കേന്ദ്ര ബഡ്ജറ്റ് 2026 കേരളത്തിന് കിട്ടിയത് ചരിത്രം സൃഷ്ടിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനായി വമ്പൻ പദ്ധതികളുടെ പെരുമഴ. കൊച്ചി മെട്രോ ഇനി തൃശ്ശൂരിലേക്കും പിന്നീട് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കും നീട്ടി. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇത് കാശ്മീരിലേക്കും മെട്രോ നീട്ടുന്നു എന്നുള്ളതാണ്. ദേശീയ ഏകീകരണത്തിന് ഇതിലും വലിയൊരു ഉദാഹരണം വേണോ? കൊച്ചി വാട്ടർ മെട്രോയും ഹിമാലയത്തിലേക്ക് നീട്ടിയതായി അറിയിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് ചരിത്രം തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എയിംസ് അനുവദിച്ച ഉത്തരവായി. എറണാകുളത്തിന് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 2 എയിംസ്, ഒന്ന് രാത്രിക്കും ഒന്ന് പകലിലും ഉപയോഗത്തിനായി എന്നാണ് സൂചന. അടിസ്ഥാന സൗകര്യ വികസനം കേരളം ലോകത്തിന് മാതൃകയാകുന്നു. കടലിനടിയിലൂടെ ദുബായിലേക്ക് ഹൈവേ അനുവദിച്ചു. ട്രാഫിക് ജാം ഒഴിവാക്കാൻ ഒട്ടകത്തെ നിരോധിക്കാനും ആലോചിക്കുന്നുണ്ട്. കൃഷി മേഖലയിൽ വിപ്ലവം തീർത്ത് നാളികേര വികസനത്തിനായി ഓരോ വീട്ടിലേക്ക് 10 തെങ്ങുകൾ വീതം. വീടില്ലാത്തവർക്ക് തെങ്ങ്, തെങ്ങില്ലാത്തവർക്ക് വീട്. ഇതിന്റെ വിശദാംശങ്ങൾ ഉടൻ പുറത്തു വരും. എന്നാൽ സംസ്ഥാനത്തിന് ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന ആമ വികസന കേന്ദ്രവും ആമമുട്ട പരിപാലന സംരക്ഷണ വിൽപ്പന കേന്ദ്രവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ആരോപണം. സംസ്ഥാന സർക്കാർ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട ഈ പദ്ധതി ലഭ്യമാക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയൊക്കെ കിട്ടിയിട്ടും ഇതിൽ കൂടുതൽ വേണമെന്ന് പറയുന്നവർ അല്പം നന്ദിയെങ്കിലും പഠിക്കണമെന്ന് കേന്ദ്രത്തിൻ്റെ അനൗദ്യോഗിക നിലപാട്. അല്ലെങ്കിൽ ഇത് കേട്ട് സന്തോഷിക്കുന്നവർക്ക് ഇതൊരു വാർത്തയല്ല, ഞാൻ സ്വപ്നം കണ്ടതാണ്. ഇനി മൂത്രമൊഴിച്ച് പിന്നെയും കിടന്നുറങ്ങാം. താങ്ക്സ് ഫോർ വാച്ചിങ്.